ഹായ് ഓൾ, ഫസ്റ്റ് ഓഫ് ഓൾ ദി ബെസ്റ്റ് ഫോർ മൈ ഫിഫ്ത്ത്. അപ്പം ഈ വീഡിയോയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഈ ചാനൽ കൺവേ ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ എന്നാൽ പോലും ലാസ്റ്റ് മിനിറ്റിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എക്സാം പാറ്റേണുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ശരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അതിനു മുമ്പായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം നമ്മുടെ എക്സാം പാറ്റേൺ അറിയാം, മൊത്തം 200 ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 3 മണിക്കൂറും 20 മിനിറ്റും ഉള്ളത് എന്നറിയാം. അതിൽ 180 ചോദ്യങ്ങളാണ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ കാൽക്കുലേഷന് വേണ്ടി അത്രയും ചോദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. ഓരോ സബ്ജക്ട്സും എടുത്തു കഴിഞ്ഞാൽ 35-15, 35-15, 35-15 അങ്ങനെയാണ് ഓർഡർ വരിക. അപ്പോൾ ഈ 35-15-ൽ 35 എണ്ണം നിങ്ങൾക്ക് മാർക്കിന് പരിഗണിക്കുന്ന ചോദ്യങ്ങളാണ് സെക്ഷൻ എയിലുള്ളത്. സെക്ഷൻ ബിയിലുള്ള 15 ചോദ്യങ്ങളിൽ 10 എണ്ണമാണ് എഴുതേണ്ടത്. ആ 10 എണ്ണം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ റിവ്യൂവിന് വേണ്ടി എടുക്കത്തുള്ളൂ. അതിൽ 15 ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ 14 എണ്ണം എഴുതിയെന്ന് വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും ആ മാർക്സ് കിട്ടത്തില്ല. ആദ്യത്തെ 10 ചോദ്യങ്ങൾ മാത്രമേ അവർ റിവ്യൂവിന് എടുക്കുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ജനറലി അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്ട്സിലൂടെ കൺവേ ചെയ്യുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ശരിക്കും ഇത്. അതായത് ദാറ്റ് ഈസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്റ്റൻസി അല്ലെങ്കിൽ എററുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നീറ്റിൽ ഫിസിക്സിലൊരു ചോദ്യം ഇങ്ങനെ ഫുള്ളി ഓപ്ഷൻസ് മാറിപ്പോകുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നറിയുന്ന ശരിക്കും നമ്മുടെ നീറ്റ് എക്സാമിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റൂളുണ്ട്. ആ റൂൾ അറിഞ്ഞിരിക്കണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് സെക്ഷൻ എയും സെക്ഷൻ ബിയും വൈസ് അവർ പ്രത്യേകമായി പറയുന്നുണ്ട് നീറ്റിൻ്റെ പ്രോസ്പെക്ട്സിൽ. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമുക്കറിയാം, അതായത് ഒരു ഓപ്ഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കും, ഒരു ഓപ്ഷൻ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ളൊരു -1 മാർക്കുമാണ് ഉണ്ടാവുക എന്നറിയാം. ആ ക്വസ്റ്റ്യൻ അൺഅറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എത്രയായിരിക്കും, ആ മാർക്കൊന്നും കിട്ടത്തില്ല എന്നും അറിയാം. അപ്പം ഫോർ എക്സാമ്പിൾ അവർ ഫസ്റ്റ് പറയുന്നൊരു കാര്യം, അതായത് ഇഫ് മോർ ദാൻ 1 ഓപ്ഷൻ ഈസ് ഫൗണ്ട് ടു ബി കറക്റ്റ്. നിങ്ങളൊരു ചോദ്യം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചോദ്യം വായിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ശരിയായി തോന്നി. പക്ഷേ നിങ്ങൾ ഒരു ഓപ്ഷനെ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. 2 ഓപ്ഷൻസ് പക്ഷേ ഇതും ശരിയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യമുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ചോദ്യമുണ്ടെങ്കിൽ അവർ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാത്തവർക്ക് ഒരിക്കലും മാർക്ക് തരില്ല. ആ ക്വസ്റ്റ്യനിലെ കറക്റ്റ് ഓപ്ഷൻസ് ആയി വരുന്ന 2 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം മാർക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അവിടെ എന്ത് തരത്തുള്ളൂ, മാർക്ക് പ്രൊവൈഡ് ചെയ്തുള്ളൂ. വായിച്ചു നോക്കാം. ഇഫ് മോർ ദാൻ 1 ഓപ്ഷൻ ഈസ് ഫൗണ്ട് ടു ബി കറക്റ്റ്, then +4 marks will be awarded to only those who have marked any of the correct options. കണ്ടോ? അപ്പം ഒന്നിൽ കൂടുതൽ ശരി ഉത്തരങ്ങളുള്ള ഏതെങ്കിലും ഓപ്ഷൻ, ചിലപ്പോൾ ബയോളജിയിലൊക്കെ ആവാം, എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നൊന്നുമല്ല, ശരിക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ശരിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിൽ ഏതെങ്കിലും കറക്റ്റ് ഓപ്ഷൻസ് മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്തവർക്ക് മാത്രമേ ഒരു ഓപ്ഷനെ മാർക്ക് ചെയ്യാവുള്ളേ. അങ്ങനെ കറക്റ്റ് ചെയ്തവർക്ക് മാത്രമേ 4 മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ അൺഅറ്റംപ്റ്റ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ തെറ്റാന്ന് പറഞ്ഞ് നമുക്ക് വാദിക്കാനുള്ള അവകാശമില്ല. ശ്രദ്ധിക്കണം. അടുത്തത് 4 ഓപ്ഷൻസും ശരിയാണെന്ന് വിചാരിക്കാം. 4 ഓപ്ഷൻസും ശരിയാണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന ഓപ്ഷൻ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. അവിടെയും 4 ഓപ്ഷൻസും ശരിയാണ്, അയ്യോ അപ്പോൾ ഈ ചോദ്യം തെറ്റാണെന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല, അവർ മാർക്കിന് പരിഗണിക്കില്ല എന്നതാണ് അടുത്ത വിവരം. ശ്രദ്ധിക്കുക. ഇഫ് ഓൾ ഓപ്ഷൻസ് ആർ ഫൗണ്ട് ടു ബി കറക്റ്റ്, then +4 മാർക്ക് വിൽ ബി awarded to all those who have attempted the question. കണ്ടോ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തേ മതിയാകൂ. എല്ലാ ഓപ്ഷൻ കറക്റ്റ് ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ അവർ കീ ചാലഞ്ചിന് സമയത്ത് ഒരിക്കലും പരിഗണിക്കില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ്. ഇനി ഇത് കോമൺ പോയിൻ്റാണ്. കാരണം ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ, കാരണം ഓപ്ഷൻസ് അടക്കം എനിക്ക് കിട്ടുന്ന ഓപ്ഷൻസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇതാണ് ശരിക്കും ഓപ്ഷൻസിലുള്ളത്. എനിക്ക് കിട്ടുന്ന ഉത്തരമായി, അതായത് റെഗുലറി സ്റ്റാൻഡേർഡായിട്ട് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഉത്തരമായി ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ തെറ്റായ ഒരു ചോദ്യമാണ് അവരവിടെ വന്നിട്ടുള്ളെങ്കിൽ അത് അറ്റംപ്റ്റ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും യൂണിഫോം ആയിട്ട് 4 മാർക്ക് തരും എന്നതാണ് ശരിക്കും സെക്ഷൻ എയിലുള്ള നിയമം എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അടുത്തത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബി ഇതുപോലെ തന്നെയാണ്. സെക്ഷൻ ബിയിൽ പിന്നെന്ന് വെച്ചാൽ ഓർ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതായത് 15 ചോദ്യമുണ്ട്, അതിൽ 10 എണ്ണം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും ഷുവർ ആയിട്ടുള്ള 10 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്ഷൻ ബിയിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനൊക്കെ തെറ്റായിട്ടൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് അവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും വറീഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരും പറയുന്നത് ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ എഴുതുന്ന സെക്ഷൻ ബിയിൽ ഒരു ചോദ്യത്തിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ശരിയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കറക്റ്റ് ഓപ്ഷൻ കൃത്യമായി മാർക്ക് ചെയ്തിരിക്കണം, എന്നാലേ 4 മാർക്ക് തരത്തുള്ളൂ. 4 ഓപ്ഷൻസ് ശരിയാണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിരിക്കണം, എന്നാലേ നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. അതേസമയം
ആ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ മാർക്ക് കൊടുക്കത്തുള്ളൂ. സെക്ഷൻ ബിയിൽ അങ്ങനെയാണ്. കാരണം ഓപ്ഷൻസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് സെക്ഷൻ ബിയിൽ അങ്ങനെ പറയുന്നത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് വിചാരിക്കുക. ആ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമേ സെക്ഷൻ ബിയിൽ എന്ത് ചെയ്യത്തുള്ളൂ, അവരത് മാർക്കിന് പരിഗണിക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ബിക്കോസ് ദർ ആർ അതർ നിങ്ങൾ ഉറപ്പായിട്ട് ആ തെറ്റായ ചിലപ്പോൾ ഒരു ചോദ്യം തെറ്റാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ചോദ്യം അറ്റൻഡ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ആ ചോദ്യം തെറ്റാണെങ്കിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമേ അതിന് മാർക്ക് തരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ജനറലി ശരിക്കും ആ നിയമം പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണ്. ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം കീപ് ചാലഞ്ചിങ് എന്നൊരു പരിപാടിയുണ്ട്. അതായത് നിങ്ങൾ ശരിക്കും ഈ ക്വസ്റ്റ്യൻ തെറ്റല്ലേ എന്ന് നിങ്ങൾ പൈസ കൊടുത്ത് അവർക്ക് NTA വെബ്സൈറ്റിൽ ഇത് പറഞ്ഞ് ഇത് തെറ്റാണ്, ഇതിനുള്ള കറക്റ്റ് റിവൈസ്ഡ് കീ വേണം, അങ്ങനെ ഒരുപാട് തവണ എല്ലാ വർഷം മിക്ക വർഷങ്ങളും സംഭവിക്കാറുള്ളതാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവർ നോക്കും നിങ്ങളത് ഇപ്പം 2 ഓപ്ഷൻസ് കറക്റ്റായ ഒരു ചോദ്യമാണെന്ന് വിചാരിക്കുക. അതിൽ നിങ്ങൾ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കീ ചാലഞ്ചിങ് വെറുതെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ആ ഒരു റൂള് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. യെസ്. സോ നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം, ഹൈലി കോമ്പറ്റീറ്റീവ്, മീൻസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്നൊരു പരീക്ഷയാണ് ശരിക്കും നീറ്റ് എക്സാം എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ടെൻസ്ഡാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു 200 താഴെ മാർക്ക് വന്ന ഒരാളുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 8 lakhs അടുത്തായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അതിനർത്ഥം കോമ്പറ്റീഷൻ ഒരുപാട് സ്പ്ലിറ്റ് ആയി. കാരണം ഈ കുറേ ഈ 25 lakhs അല്ലെങ്കിൽ 23 lakhs എന്നൊക്കെ പറയുമ്പോൾ അവിടെ തന്നെ നമ്മുടെ ഒരു റിയൽ കോമ്പറ്റീഷൻ വരുന്നത് ചിലപ്പം അത്രയും പേരിലാവണം എന്നൊന്നുമില്ല. അത് ടു ബി ഫ്രാങ്ക് നമുക്കത് ഓപ്പൺ ആയിട്ട് തന്നെ പറയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇതാക്കേണ്ട, നിങ്ങൾ എത്ര ഇൻപുട്ട് ചെയ്യുന്നു അത്രയും കാര്യങ്ങൾ എഫേർട്ട് എടുത്ത് നിങ്ങൾ എക്സാമിന് എഴുതാൻ ശ്രമിക്കാം. പക്ഷേ എന്നാൽ പോലും കുറച്ച് അതായത് ടൈ ആയിട്ടുള്ള ഒരുപാട് സ്കോറുകൾ വരുന്നത്, ഇത്രയും കുട്ടികൾ എഴുതുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ടൈ ആയിട്ട് മാർക്കുകൾ വരാൻ സാധ്യതയുള്ളൊരു പരീക്ഷയാണ് നീറ്റ് എക്സാം. ഇനി അങ്ങനെ ടൈ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എന്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് പരിഗണിക്കണം? ഇപ്പം എനിക്കും ഒരു 658 മാർക്ക് കിട്ടി. എൻ്റെ അപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് മറ്റ് 2-3 കുട്ടികൾക്കും 658 തന്നെയാണ് മാർക്ക്. പക്ഷേ നോക്കിയപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജനറൽ കട്ട് ഓഫ് 658 ആണ്. അപ്പം എന്നെ എന്തിന് ഫ്രണ്ടിലേക്ക്, എൻ്റെ റാങ്ക് ഫ്രണ്ടിൽ എന്തുകൊണ്ട് എങ്ങനെ പരിഗണിക്കപ്പെടും? ഞങ്ങൾക്ക് 2 പേർക്കും സെയിം മാർക്കാണല്ലോ, പക്ഷേ എൻ്റെ റാങ്ക് എങ്ങനെ ഫ്രണ്ടിൽ വന്നു? അല്ലെങ്കിൽ ഈ ടൈയെ എങ്ങനെ എനിക്ക് ഓവർകം ചെയ്യാം? അത് നീറ്റിൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായി പറയുന്ന മറ്റൊരു കാര്യമാണ്. അതും എക്സാം എഴുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്. സോ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് നമുക്കറിയാം ബയോളജി, ബോട്ടണി, സുവോളജി, പിന്നെ കെമിസ്ട്രി, ഫിസിക്സ്, ഇങ്ങനെയാണ് നമുക്ക് ഉള്ളതെന്നറിയാം, നമ്മുടെ ചോദ്യങ്ങളെന്നറിയാം. അപ്പം ഇൻ കേസ് 658 മാർക്ക് കിട്ടിയൊരു 4 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പം ടൈ ആയതുകൊണ്ട് തന്നെ അവർ ഫസ്റ്റ് നോക്കുന്നത് കാൻഡിഡേറ്റ്സ് ഒബ്റ്റെയിനിങ് ഹയർ മാർക്സ് ഓർ പെർസെൻറ്റേജ് സ്കോർ ഇൻ ബയോളജിയാണ്. അപ്പം ബയോളജിയിൽ ഈ 658 4 പേരിൽ ബയോളജിയിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്ന് നോക്കും. അങ്ങനെ നോക്കിയപ്പം ഒരാൾ എലിമിനേറ്റ് ആയിപ്പോയി, ബാക്കി 3 പേരാണ്. ബാക്കി 3 പേരുടെ സ്കോർ പിന്നെയും ടൈ ആയിട്ടിരിക്കുകയാണ്. അപ്പം 4 പേരുണ്ട്, അതിൽ ബയോളജി നോക്കിയപ്പോൾ 3 പേരുടെ ബയോളജി മാർക്സ് സെയിം ആണ്, ഒരാൾ ഇല്ല, അപ്പോൾ അയാളെ പിന്നെ പരിഗണിക്കില്ല. ഇനി ബാക്കി 3 പേരെ നോക്കും. ഈ ബാക്കി 3 പേരെ നോക്കുമ്പോൾ കെമിസ്ട്രിയിൽ ഈ 3 പേരിൽ എത്ര പേരാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് നോക്കും. അവരെ മുന്നിലത്തുള്ള റാങ്കിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് അവർ പരിഗണിക്കും. അപ്പം ഒരാൾ പോയെന്ന് വിചാരിക്കുക. ഇനി 2 പേരാണുള്ളത്. അപ്പോൾ ഈ 2 പേരിൽ ഇതിൽ ആർക്കാണ് ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് നോക്കും. നിങ്ങളുടെ നീറ്റ് എക്സാമിന് ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് നോക്കും. എന്നിട്ട് അയാളെ ആയിരിക്കും ഫ്രണ്ടിൽ പരിഗണിക്കുക. അപ്പോൾ അതാണ് ഓർഡർ. ഫസ്റ്റ് അവർ ബയോളജിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റും, അതിനുശേഷം കെമിസ്ട്രി ആയിരിക്കും നോക്കുക, അതിനുശേഷം ഫിസിക്സിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ ടൈ എടുത്ത് കളയുന്നത്. അപ്പോൾ അപ്പം നിങ്ങൾക്കറിയാം അപ്പം എത്രത്തോളം അത് ഓരോ സബ്ജക്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു ശരിക്കും ഒരു ഐഡിയ ആണ് ശരിക്കും തരുന്നത്. കാരണം ടൈ ബ്രേക്സ് ഒരുപാട് ഉണ്ടാവാറുണ്ട് ശരിക്കും നീറ്റ് എക്സാമിന്. പിന്നെ ഇൻ്റർസെയിം ഒരു ടൈ ആണത്, പിന്നെ മാർക്സിൻ്റെ ബേസിൽ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നിട്ടും ടൈ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 658 സ്കോർ ചെയ്ത് എന്നിട്ടും ടൈ ആണ്. ബാക്കി കുറച്ച് സ്റ്റുഡൻസുമായി നോക്കിയപ്പോൾ പിന്നെയും 658 എന്ത് ചെയ്തു, ടൈ വന്നു എന്ന് വിചാരിക്കുക, പിന്നെയും സ്കോർ ടൈ ആയെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ ശ്രദ്ധിക്കുന്നത് റേഷ്യോ ആണ്. അതായത് നമ്പർ ഓഫ് ഇൻകറക്റ്റ് മാർക്സ് ബൈ നമ്പർ ഓഫ് കറക്റ്റ് മാർക്സിൻ്റെ റേഷ്യോ. കാരണം ഇത് കുറവായിരിക്കണം, കാരണം ഇൻകറക്റ്റ് കൂടാൻ പാടില്ല. അത് കുറവ് ഏതാണെന്ന് ചോദിക്കുന്നത് കാൻഡിഡേറ്റ് വിത്ത് ലെസ് പ്രപ്പോർഷൻ ഓഫ് ദ നമ്പർ ഓഫ് അറ്റംപ്റ്റഡ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ടു ദ കറക്റ്റ് ആൻസേഴ്സ് വിത്ത് മൊത്തം ടെസ്റ്റിൽ ഏറ്റവും കുറച്ച് ഇൻകറക്റ്റ് മാർക്ക് വാങ്ങിച്ചത് അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കുകൾ വാങ്ങിച്ചത് ആരാണോ അയാളെ ആയിരിക്കും ഫ്രണ്ടിലേക്ക് പരിഗണിക്കുക. അതൊന്ന്. എന്നിട്ടും ടൈ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ നോക്കുന്നത് ബയോളജി, ദാറ്റ് ഈസ് ബോട്ടണി ആൻഡ് സുവോളജി കമ്പൈൻഡ് ആയിട്ട് നോക്കുമ്പോൾ ഏറ്റവും കുറച്ച് ഇൻകറക്റ്റ് മാർക്സ് ആർക്കാനുള്ളത് അയാളെ ആയിരിക്കും പരിഗണിക്കുക. എന്നിട്ടും ടൈ ആണെങ്കിൽ
കെമിസ്ട്രിയിൽ ഏറ്റവും കുറവ് ഇൻകറക്റ്റ് മാർക്സ് വാങ്ങിച്ചത് ആരാണോ അയാളെ ആയിരിക്കും പരിഗണിക്കുക. എന്നിട്ടും ടൈ ആണെങ്കിൽ ഫിസിക്സിൽ ഏറ്റവും കുറവ് ഇൻകറക്റ്റ് മാർക്സ് വാങ്ങിച്ചത് ആരാണോ അത്രയുമാണ് പരിഗണിക്കുക. അങ്ങനെയാണ് ഈ പലപ്പോഴും ഈ മാർക്സിൻ്റെയൊക്കെ ബേസിൽ ചിലപ്പോൾ കുറേ പേർക്ക് സെയിം മാർക്സ് ആയിരിക്കും, പക്ഷേ ജനറൽ റാങ്കിൽ വരുമ്പോൾ അല്ലെങ്കിൽ ജനറലായിട്ട് ഇത് വരുമ്പോൾ അവരെ ഫ്രണ്ടിലേക്ക് എന്ത് ചെയ്യുക പരിഗണിക്കാം. ഞാൻ പറഞ്ഞത് കൗൺസിലിങ്ങിൻ്റെ സമയത്തുള്ള കാര്യമല്ല, അല്ലാണ്ട് വരുന്ന സമയത്ത് ടൈ ബ്രേക്ക് ചെയ്യാനുള്ള വഴികളാണ് ശരിക്കും ഈ പറയുന്നത്. നിങ്ങളുടെ ഇൻ്റർസെയിം വരുന്നത് ഇത് മെറിറ്റിൻ്റെ ബേസിലുള്ള ടൈ ബ്രേക്ക് ചെയ്യാനുള്ള വഴികളാണിത് പ്രോസ്പെക്ട്സിൽ പറയുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് വെച്ചാൽ സെയിം ഇത് തന്നെയാണ്. കാരണം നിങ്ങൾ ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യുമ്പോൾ മാക്സിമം നെഗറ്റീവ് മാർക്കുകൾ ഒഴിവാക്കുക എന്നുള്ളത് മാർക്കിന് വേണ്ടി നിങ്ങളുടെ മാർക്ക് കുറയാതിരിക്കാനും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ എന്തിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 50% എനിക്ക് ചോദ്യം ഉറപ്പാണെന്ന് വെച്ചാൽ അത് കയറി അറ്റൻഡ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ അത് പ്രോബബിളി നെഗറ്റീവ് ആകാം. പിന്നെ ഈ ഗസ് അടിക്കലൊക്കെ ഉണ്ട്, അത് എത്രത്തോളം സെക്യൂർ ആണെന്നുള്ളത് ഇറ്റ്സ് നോട്ട് പ്രൂവൺ. അതുകൊണ്ട് തന്നെ അതും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇൻകറക്റ്റ് മാർക്സ് ടൈ ബ്രേക്കിങ്ങിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതും ഫോക്കസ് ചെയ്ത് വേണം പരീക്ഷ എഴുതാൻ. പിന്നെ തെറ്റിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യമാണ് ശരിക്കും പറയുന്നത്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ. അപ്പം നല്ല അടിപൊളിയായി തന്നെ പരീക്ഷ പഠിക്കുക, പാസ്സാവുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.